ഒരു ഗെയിം കളിച്ച് തോറ്റാൽ നിങ്ങളുടെ ജീവൻ തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടായാൽ എങ്ങനെയുണ്ടാവും? ജീവൻ നിലനിർത്താൻ അടുത്ത ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം എന്ന ട്രാപ്പിൽപ്പെട്ടാലോ? ഒരേ ഗെയിമിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വന്നാൽ ബഹുഗേമം. അതുപോലൊരു ഗെയിമിൻ്റെ കഥ പറയുന്ന, ഓരോ നിമിഷവും നമ്മെ മുൾമുന്നിൽ നിർത്തുന്ന ഒരു ജാപ്പനീസ് സീരീസാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. കഥ തുടങ്ങുന്നത് ഗെയിമിന് അഡിക്റ്റായ നമ്മുടെ നായകൻ അരിസുവിനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ജോലിക്കൊന്നും പോകാൻ പുള്ളിക്കാരന് യാതൊരു താല്പര്യവുമില്ല. അവൻ്റെ ചേട്ടൻ അവൻ എവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഒപ്പിച്ചു കൊടുത്തിട്ട് അതിനൊന്നും പോവാതെ പുള്ളി വീട്ടിൽ നിന്ന് ഗെയിം കളിയാണ്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവന് വീട്ടിൽ പുല്ല് വിലയാണ്. അവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞ് ചൊറിയാൻ വന്ന അവൻ്റെ ചേട്ടനോട് ദേഷ്യപ്പെട്ട് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഖരീബുവും ചോട്ടയും. അവന്മാരെ വിളിച്ച് ബാറിൽ പോയി രണ്ടെണ്ണം കീച്ചാനാണ് പുള്ളിയുടെ പോക്ക്. ഇവനാണ് ഖരീബു. ഇവൻ തൻ്റെ ബോസിൻ്റെ ഭാര്യയുമായി ഉടായിപ്പ് സെറ്റപ്പാണ്. ഇതവൻ്റെ ബോസ് പൊക്കി. അവനും ബോസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കൊടുത്തു. ഉള്ള ജോലിയും കളഞ്ഞിട്ടാണ് അരീസുവിൻ്റെ അടുത്തേക്ക് പുള്ളി പോകുന്നത്. കൂട്ടത്തിൽ കുറച്ച് ശുദ്ധനാണ് നമ്മുടെ ചോട്ട. പുള്ളിയെ പറ്റിക്കാൻ വളരെ ഈസിയാണ്. ഏതായാലും 3 പേരും കൂടെ ബാറിൽ ആ രാത്രി അടിച്ചു പൊളിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇതവരുടെ അവസാനത്തെ അടിച്ചുപൊളിയാണെന്ന് പാവങ്ങൾ അറിയുന്നില്ലല്ലോ ഈശ്വര. പക്ഷെ നട്ടുച്ചയ്ക്ക് തിരക്കുള്ള ടോക്കിയോ നഗരമധ്യത്തിൽ ഒരുമിച്ച് കൂടി അവർക്ക് വേണ്ടി അവിടെ ബാറൊന്നും ഓപ്പണായിട്ടുണ്ടായില്ല. പെട്ടെന്ന് ഖരീബ് അരീസുവിനെ തോളിൽ കയറ്റിയിരുത്തി അവിടുത്തെ സിഗ്നലിൻ്റെ ഒത്ത നടുക്കുപോയി വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. അവന്മാർ അങ്ങനെ അവിടുത്തെ ട്രാഫിക്കൊക്കെ ചെറുതായി പ്രശ്നത്തിലാക്കി. പെട്ടെന്ന് പോലീസിൻ്റെ ഒച്ച കേട്ട് 3 പേരും ഓടിപ്പോയി അവിടെ തന്നെയുള്ള മെട്രോ സ്റ്റേഷൻ്റെ വാഷ്റൂമിൽ കയറി വിളിച്ചു. ഇനിയാണ് ഇവരുടെ കഥ മാറുന്നത്. വാഷ്റൂമിൽ കയറി മിണ്ടാതെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോയി. പുറത്തു നിന്ന് ഒച്ചയൊന്നും കേൾക്കാതെയായി. എന്തു പറ്റിയെന്നറിയാൻ 3 പേരും കൂടെ പതിയെ പുറത്തു പോയി നോക്കാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങി നോക്കിയ അവർ അമ്പരന്നു. അത്ര നേരം ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്ന ആ നഗരത്തിൽ ഒരു കുഞ്ഞിനെ പോലും കാണുന്നില്ല. കംപ്ലീറ്റ് സൈലൻസ്. 3 പേരും എന്ത് സംഭവിച്ചെന്നറിയാതെ നഗരമധ്യത്തിൽ ഒന്നും പിടികിട്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെയാണ് ഈ സീരീസിൻ്റെ കഥ ശരിക്കും ആരംഭിക്കുന്നത്. അവർ ആ നഗരത്തിൽ പറ്റുന്നിടത്തൊക്കെ നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. അവരുടെ ഫോണുകളൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. രാത്രിയായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ 3 പേരും ആ സിഗ്നലിൻ്റെ നടുക്ക് വട്ടമിട്ടിരുന്ന് ചർച്ച ചെയ്യുകയാണ്. ആദ്യം കുറച്ച് ആശ്ചര്യം തോന്നിയെങ്കിലും ബാക്കിയുള്ള ശല്യങ്ങളെല്ലാം പോയതിൽ നമ്മുടെ ചോട്ടയും അരീസുവും ഹാപ്പിയാണ്. പെട്ടെന്ന് അവരുടെ പുറകിലുള്ള ബിൽഡിങ്ങിൽ വെളിച്ചം വന്നു. എല്ലാ പ്ലേയേഴ്സിനും സ്വാഗതം, ഗെയിം ഇപ്പോൾ തന്നെ തുടങ്ങും എന്ന് അതിൻ്റെ സ്ക്രീനിൽ എഴുതി വന്നു. ഗെയിമോ? അവർ അമ്പരന്നു. പിന്നീട് അതിൽ ഇൻസ്ട്രക്ഷൻസ് വരാൻ തുടങ്ങി. അതനുസരിച്ച് അവർ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് പോയി. ബിൽഡിങ്ങിൻ്റെ മുമ്പിലെത്തിയപ്പോൾ വഴി കാണിക്കുന്നതിനുള്ള ഒരു ആരോ കിടന്ന് മിന്നാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആ പാവങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറി. കയറുമ്പോൾ ഒരു ലേസർ ലൈൻ ക്രോസ് ചെയ്തിട്ടാണ് എല്ലാവരും അകത്തേക്ക് കയറിയത്. പക്ഷേ ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടായില്ല. ഇനി അവർക്ക് ഇതിൽ നിന്നൊരു തിരിച്ചുപോക്ക് ഉണ്ടാവുമോ? എന്തായാലും കാത്തിരുന്ന് കാണാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഓരോരുത്തർക്കായി ഗെയിമിന് വേണ്ടി ഓരോ മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണ് അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. മൊബൈൽ ഫോണിലെ ഇൻസ്ട്രക്ഷൻ നോക്കി അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഈ പെണ്ണ് കയറി വരുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ച അവരുടെ മുമ്പിൽ അവൾ ചോട്ടയുടെ ID കാർഡ് എടുത്ത് ആ ലേസർ ലൈൻസിൻ്റെ പുറത്തേക്ക് എറിഞ്ഞു. ലൈൻസ് ക്രോസ് ചെയ്തതും ID അവരുടെ മുമ്പിൽ വെച്ച് കത്തിപ്പോയി. ഗെയിം ജയിക്കാതെ ആ ലേസർ ലൈൻസ് ക്രോസ് ചെയ്താൽ ഈ IDയുടെ ഗതിയാവും അവർക്കെന്ന് അവൾ അവരോട് പറഞ്ഞു. ഷെടാ പെട്ടല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വേറൊരു പെണ്ണും കൂടെ ഇതൊന്നും അറിയാതെ അവിടേക്ക് വന്നു കയറി. അവർ അവളെ തടയുന്നതിന് മുമ്പേ തന്നെ അവൾ അവിടേക്ക് കയറിപ്പോയിരുന്നു. പാവം. അടുത്ത നിമിഷം ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് വന്നു. ഗെയിമിൻ്റെ പേര് മരണമോ ജീവിതമോ. ഡിഫിക്കൽട്ടി ലെവൽ 3 ക്ലാവർ. ഗെയിമിൻ്റെ നിയമങ്ങൾ: 1. കറക്റ്റായിട്ടുള്ള ഡോറാണ് സെലക്ട് ചെയ്യേണ്ടത്. 2. പറഞ്ഞ സമയത്തിനുള്ളിൽ ആ ബിൽഡിങ്ങിൽ നിന്നും പുറത്തു കടക്കണം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പോകാം. ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തീർന്നതും അവരുടെ മുമ്പിലുള്ള ആ ലിഫ്റ്റ് ഓപ്പണായി. അവരെല്ലാം അതിൽ കയറിയതും ആ ലിഫ്റ്റ് വേറെ ഒരു റൂമിലേക്ക് അവരെ കൊണ്ടുപോയി. ആ റൂമിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാൻ ആകെ 2 മിനിറ്റ് സമയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ റൂമിന് 2 വാതിലുകളുണ്ടായിരുന്നു. ഒന്നിൽ അലൈവ് എന്നും മറ്റേതിൽ ഡെത്ത് എന്നുമായിരുന്നു എഴുതിയിരുന്നത്. അവർക്ക് പുറത്തു കടക്കാൻ ഇതിൽ കറക്റ്റായ ഡോർ തന്നെ തുറക്കണം. ഈ സമയം നമ്മുടെ ചോട്ട ഈ ഗെയിം കൊള്ളാലോ എന്നും പറഞ്ഞ് അതിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി.
അവർക്ക് ഗെയിമിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാതെ ചിരിച്ചും കളിച്ചുമൊക്കെ അങ്ങനെ നിൽക്കുവാണ്. ഗെയിമിന് ഇനി 1 മിനിറ്റ് ബാക്കിയുള്ളെന്ന് അടുത്ത ഇൻസ്ട്രക്ഷൻ വന്നു. പിന്നാലെ ഫ്ലോറിൽ നിന്നും പുക ഉയരാൻ തുടങ്ങി. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ബിസിനസ് വുമൺ, ഇവളുടെ പേര് ഷിബൂക്കി എന്നാണ്, കറക്റ്റ് ഡോർ അലൈവ് ആണെന്ന് വിളിച്ചു പറഞ്ഞു. മറ്റുള്ളവരോട് അത് തുറക്കാനും അവൾ പറഞ്ഞു. ഇത് കേട്ടതും മറ്റേ പെണ്ണ് ഓടിപ്പോയി ഡോർ തുറന്നതും മുകളിൽ നിന്ന് ഒരു ലേസർ അവളുടെ തലയിലൂടെ തുളച്ചു കയറി അവൾ അവിടെ തന്നെ മരിച്ചു വീണു. ഇത് കണ്ടതും അവന്മാർക്ക് കളിയുടെ ഗൗരവം ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി. ആ പെണ്ണ് റോങ് ഡോർ ചൂസ് ചെയ്തുകൊണ്ടാണ് മരിച്ചത്. കറക്റ്റ് ഡോർ ഡെത്ത് ആണെന്ന് മനസ്സിലാക്കിയ ഷൊബൂക്കി വേഗം ആ ഡോർ തുറന്ന് മുറിയിൽ നിന്നും പുറത്തേക്ക് കിടന്നു. പുറകെ അവർ 3 പേരും. അവർ ഡോർ അടച്ചതും ഫ്ലോറിൽ നിന്നും തീ വന്ന് ആ റൂം മുഴുവൻ കത്തി നശിച്ചു. ആ പെണ്ണിനെ ഷിബൂക്കി കൊലയ്ക്ക് കൊടുത്തു എന്നും പറഞ്ഞ് അരീസുവും കരീബുവും അവളുടെ നേരെ തട്ടിക്കയറി. എന്നാൽ അവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാവരും അവളുടെ കൂടെ മരിച്ചേനെന്ന് അവൾ പറഞ്ഞു. എന്നാൽ അടുത്ത ഡോർ താൻ ഓപ്പൺ ചെയ്യുമെന്നും പറഞ്ഞ് അരീസു അലൈവ് ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അവനത്ര ധൈര്യം പോരാ. അവസാനം രണ്ടും കൽപ്പിച്ച് കെറൂബ് പോയി ഡൈ എന്നുള്ള ഡോർ ഓപ്പൺ ചെയ്തു. അവരുടെ ഭാഗ്യത്തിന് അത് കറക്റ്റായിരുന്നു. എന്നാൽ അടുത്ത ഡോർ ഷബൂക്കി ഓപ്പൺ ചെയ്യാൻ കെറൂബ് അവളെ നിർബന്ധിച്ചു. എന്നാൽ അവൾക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു. ഓരോ ഡോർ തുറക്കുമ്പോഴും ഒരു മുറിക്കുള്ള ടൈം ലിമിറ്റ് 10 സെക്കൻഡ് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ റൂമിൻ്റെ ഡോർ തുറക്കാൻ അവർക്ക് ആകെയുള്ളത് 1 മിനിറ്റും 40 സെക്കൻഡും മാത്രമാണ്. ഇങ്ങനെ ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത ആളുടെ ജീവനും പോകുമെന്ന് അവർ മനസ്സിലാക്കി. ഖരീബു അരീസുവിനോട് ഈ ഗെയിമിനെക്കുറിച്ച് നന്നായി ഒന്ന് ചിന്തിക്കാൻ പറയുകയാണ്. ഗെയിമിങ്ങിലും പസിൽ സോൾവിങ്ങിലും എല്ലാം അരീസു പുലിയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത അരീസുവിന് ചെറുതായി ഗെയിമിൻ്റെ ട്രിക്ക് മനസ്സിലായി തുടങ്ങി. ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അടുത്ത ഡോർ ഡൈ ആണെന്ന് അവൻ പറഞ്ഞു. അവനത് ഓപ്പൺ ചെയ്തു. പുള്ളി പറഞ്ഞത് കറക്റ്റായിരുന്നു. ആ മുറിയിൽ കയറിയതിനു ശേഷം അവൻ അവരോട് ട്രിക്കിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അവർ ആ ബിൽഡിങ്ങിലേക്ക് കയറുമ്പോൾ അവിടെ ഫ്രണ്ടിൽ ഒരു BMW കാർ നിർത്തിയിട്ടിട്ടുണ്ടായി. അവൻ്റെ അച്ഛനും അതേ കാർ തന്നെയാണ്. അതിന് ഏകദേശം 5 മീറ്റർ നീളമുണ്ടെന്ന് അവനറിയാമായിരുന്നു. അതുപോലുള്ള 4 കാർ നിർത്തിയിടാനുള്ള സ്പേസ് ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇതിൽ നിന്നും ആ ബിൽഡിങ്ങിൻ്റെ സൈസ് ഏറെക്കുറെ 20 മുതൽ 24 മീറ്റർ വരെയാണെന്ന് അവൻ മനസ്സിലാക്കി. ഓരോ സൈഡിലും 6 മീറ്റർ നീളവും വീതിയുമുള്ള 3 മുറികളുമുണ്ടെന്ന്, ഡോറുകൾ ഒരേ ദിശയിലുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നും അവൻ മനസ്സിലാക്കി. അവൻ്റെ ഈ ട്രിക്ക് ഉപയോഗിച്ച് അവൻ അടുത്ത 3 റൂമുകളും എളുപ്പത്തിൽ ക്ലിയർ ചെയ്തു. എന്നാൽ അവസാനത്തെ റൂമിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ കണക്കുകൂട്ടലുകൾ പാളിയോ എന്ന് അവന് ചെറിയൊരു സംശയം തോന്നി. ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് എന്ന് തോന്നിക്കുന്ന ഡൈ എന്ന ഡോർ തുറക്കാൻ പോയ മറ്റുള്ളവരെ അരിസു തടഞ്ഞു. എന്നാൽ മറ്റേ ഡോർ തുറന്നാൽ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ആദ്യത്തെ പെണ്ണ് മരിച്ചു വീണ റൂമിലേക്ക് അവൻ ചെന്ന് കയറുക എന്ന് അവന് തോന്നി. എന്നാൽ സംശയം തോന്നിയ അവൻ ചോട്ടയോട് അവൻ ആദ്യമെടുത്ത വീഡിയോ കാണിക്കാൻ പറഞ്ഞു. അത് നോക്കിയപ്പോൾ ആ പെണ്ണ് മരിച്ച റൂമിൽ വേറെ ഡോർ ഇല്ലെന്ന് അവന് മനസ്സിലായി. അതായത് 2 റൂമുകൾക്കിടയിൽ ചെറിയൊരു റൂം കൂടിയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ചോട്ടയുടെ കാലിന് പൊള്ളലേറ്റിരുന്നു. ലാസ്റ്റ് റൂമിൽ അവർക്ക് ആകെ ഉണ്ടായിരുന്ന 10 സെക്കൻഡാണ്. റോങ് ഡോർ ചൂസ് ചെയ്യാൻ പോയ ഷബൂക്കിയെ അരിസു തടഞ്ഞു. അവസാനം ഡൈ ഡോർ തുറക്കുന്നതോടുകൂടി അവർ ആ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഒരു കണക്കിനെത്തും. പുറത്തേക്ക് വന്നതോടുകൂടി ഗെയിം ക്ലിയർഡ് എന്നൊരു മെസ്സേജ് അവർക്ക് കിട്ടി. അവിടെ തന്നെ 3 ക്ലാവറിൻ്റെ ഒരു കാർഡും വെച്ചിരുന്നു. ഗെയിം പാസ്സായതോടെ 3 ഡേയ്സിൻ്റെ ഒരു വിസ അവർക്ക് ഇഷ്യൂ ആയെന്നും പറഞ്ഞ് ഒരു മെസ്സേജും വന്നു. വിസയോ? എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവാൻ നിൽക്കുന്ന അവരുടെ മുമ്പിൽ മറ്റൊരാൾ പതിയെ നടന്നു വരികയാണ്. താൻ ഈ ഗെയിമിൽ നിന്നും ഡ്രോപ്പ് ആവുകയാണെന്നും ഈ ഗെയിമിന് ഒരു അവസാനമില്ലെന്നും അവർക്കാർക്കും ഇനി ഈ ഗെയിമിൽ നിന്ന് ഒരു തിരിച്ചുപോക്കില്ലെന്നും അയാൾ അവരോട് ദാരുണമായി പറഞ്ഞു. തൻ്റെ വിസ ഇന്ന് തീരും എന്ന് പറഞ്ഞു നിൽക്കുന്ന അയാളുടെ തലയിലൂടെ അടുത്ത നിമിഷം ഒരു ലേസർ വന്ന് അയാൾ അവരുടെ മുമ്പിൽ മരിച്ചു വീഴും. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിസ തീരുന്നതിന് മുമ്പ് അടുത്ത ഗെയിം കളിച്ച് ജയിച്ച് അവരുടെ വിസ കാലാവധി നീട്ടണം. അല്ലെങ്കിൽ അവരും ഇതുപോലെ തന്നെ ലേസർ വന്ന് അടിച്ച് മരിക്കും. എപ്പിസോഡ് അവസാനിക്കുന്നത് കാർഡ് പിടിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ സിറ്റിയുടെ പല ഭാഗങ്ങളിൽ ലേസർ വന്ന് വീഴുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ അരീസുവിൻ്റെയും കൂട്ടുകാരുടെയും അവസ്ഥ എന്താവും? അവർ ഈ മരണ ഗെയിമിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുമോ? ആരാണ് ഈ ഗെയിം പ്ലാൻ ചെയ്ത് ആളെ കൊന്നുകൊണ്ടിരിക്കുന്നത്? എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.